ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേമിനെ കോൺസ്റ്റൻ്റ് ആക്കി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനെയാണ് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റൻസ് എന്ന് പറയാൻ കാര്യം അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ ചേഞ്ച് വരത്തില്ല. വേരിയബിൾസിലാണെങ്കിൽ ചേഞ്ച് വരാം, പക്ഷേ കോൺസ്റ്റൻസിനാണെങ്കിൽ ചേഞ്ച് വരത്തില്ല. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് വരാത്ത ഒരു ടേമിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സിൻറ്റാക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ളതോ അല്ലെങ്കിൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലോ അല്ലെങ്കിൽ ക്യാരക്ടറിനെയോ സ്ട്രിങ്ങിനെയോ എല്ലാം നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആദ്യം നമുക്ക് നോക്കാം. ഈ ഒരു പ്രോഗ്രാം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു, 1-2 വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഏരിയ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന പ്രോഗ്രാം. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 1-2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ പ്രോഗ്രാമിൽ ആക്ച്വലി ഏരിയയുടെ ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞാൽ πr² ആണ്. നമുക്ക് ഈ പൈ എന്ന് പറയുന്ന ടേം ഇവിടെ എൻ്റർ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പൈയുടെ വാല്യൂ എന്താണോ അതിനെയാണ് ഞാനിവിടെ ഇക്വേഷൻ ഉണ്ടാക്കിയപ്പോൾ എഴുതിയത്. 3.14 എന്ന് കൊടുത്തു. ആക്ച്വലി ഈ പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 അല്ല, 3.14159 എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള നമ്പറാണ്. ഇനിയുണ്ട്, ഈ ഡെസിമൽ ടേംസ് ഇനിയുണ്ട്. അപ്പം ആ നമ്പറിനെയാണ് ഞാൻ ട്രിം ചെയ്ത് 3.14 എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. സപ്പോസ് എനിക്കിപ്പോൾ ഇതിൻ്റെ ആക്യുറസി കൂട്ടണമെങ്കിൽ, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ ഈ 3.14നെ എഡിറ്റ് ചെയ്ത് 3.14159 എന്ന് നമുക്ക് ആക്കാം. അപ്പോൾ അങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ സപ്പോസ് നിങ്ങളിപ്പം കരുതുക ഇതൊരു 20-30 പേജുള്ള ഒരു പ്രോഗ്രാമാണെന്ന് കരുതുക. ആ പ്രോഗ്രാമിൽ ഒരു 10-20 സ്ഥലത്ത് ഈ സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു 10-20 സ്ഥലത്ത് തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ വരുന്നുണ്ട്. അവിടെ എല്ലാം 3.14 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്കിപ്പം ഈ പ്രോഗ്രാമിൻ്റെ ഈ ഏരിയയുടെ ആക്യുറസി കൂട്ടണമെങ്കിൽ ഈ 3.14 എഡിറ്റ് ചെയ്ത് 3.14159 എന്നാക്കണം. സപ്പോസ് ഇപ്പോൾ 20 പ്ലേസിൽ ആ പ്രോഗ്രാമിൻ്റെ 20 സ്ഥലത്ത് ഞാൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ 20 സ്ഥലത്തും ഞാൻ പോയി ഇതിൻ്റെ വാല്യൂ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. 3.14നെ എഡിറ്റ് ചെയ്ത് 3.14159 എന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 20 സ്ഥലത്തൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സുമാണ്. മാത്രവുമല്ല അത് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ അത്ര വളരെ ടയർഡിങ് ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് സാധാരണ നമ്മളങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു 20-30 പേജുള്ള പ്രോഗ്രാമിൽ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ഇക്വേഷൻ വരുന്നുവെങ്കിൽ എല്ലായിടത്തും പോയി എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ കോൺസ്റ്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഈ 3.14നെ നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ആ കോൺസ്റ്റൻറ്റിൻ്റെ പേര് മാത്രം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന ആ ലൈനിൽ മാത്രം പോയി എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 3.14ന് മാറ്റിയിട്ട് 3.159 എന്നാക്കി കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചും 3.14 ആക്കണമെങ്കിൽ ആ ഡിഫൈൻ ചെയ്ത ആ സ്ഥലത്ത് മാത്രമായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഈ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന 20 സ്ഥലത്തും പോയി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എഡിറ്റിംഗ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരുപാട് മൾട്ടിപ്പിൾ പ്ലേസസിൽ എഡിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഏരിയ =PI എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. PI എന്ന് പറഞ്ഞാൽ പൈ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ PI എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റൻറ്റ്, ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്ത കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ്. ഇവിടെ ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 3.14 എന്നതിന് പകരം PI എന്ന് പറയുന്ന ആ കോൺസ്റ്റൻറ്റിൻ്റെ പേര് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇക്വേഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വേരിയബിൾ പോലെ ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, ഈ പോർഷനിലാണ്. #include IOStream എന്ന സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം #define എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് #define എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തത് ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, PI എന്നുള്ളത്. ഈ PI എന്നത് നമ്മൾ തന്നെ പ്രോഗ്രാമർ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേരാണ് PI എന്ന്. അത് നമ്മുടെ വേരിയബിൾസിൻ്റെ പേര് അല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ പേര്, അറേസിൻ്റെ പേര് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് റൂൾസ് പഠിച്ചായിരുന്നു. ഈ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് റൂൾസ് പഠിച്ചായിരുന്നു. ആ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു പേര് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
PI എന്നും ഇവിടെ കൊടുത്തു. എന്നിട്ട് അടുത്തതായിട്ട് അതിൻ്റെ വാല്യൂ എന്താണെന്നും കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3.14159 എന്ന വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ PI എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ 3.14159 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് ഓരോ വേരിയസ് ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ എപ്പോഴും 3.14 എന്ന് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 10 സ്ഥലത്ത് ഈ ഇക്വേഷൻ വരുന്നുണ്ട് എങ്കിൽ എല്ലായിടത്തും 3.14 എന്ന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ PI എന്ന് മാത്രം റെപ്രസെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എന്നിട്ട് നമുക്ക് ആ PI എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൽ സേവ് ചെയ്യുന്ന വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ മാത്രം അങ്ങ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എത്ര തവണ ഈ PI എന്ന ടേം യൂസ് ചെയ്യുന്നുവെങ്കിലും ഈ വാല്യൂ ഇവിടുത്തെ ഈ ഒരു പോർഷനിൽ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എല്ലാം ചേഞ്ച് വന്നോളും. അപ്പം അങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്തിട്ട് ഒരു സെമി കോളൻ കൊടുത്തിട്ടില്ല. ഇവിടെ സെമി കോളൻ ഇല്ല. ഒരു കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന സിംബോളിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം സെമി കോളൻ ഇല്ല എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇവിടെ ഈ PI എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റൻ്റ് പേരാണ്, വേരിയബിളിൻ്റെ പേര് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പേര്. നമ്മൾ ഫംഗ്ഷൻ്റെ നെയിം നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോലത്തെ അതേ സെറ്റ് ഓഫ് റൂൾസ് ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ PI എന്ന് പറയുന്ന ഒരു നെയിം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിൽ യൂസ് ചെയ്യാമായിരുന്നു. PI എന്നത് സ്മോൾ ലെറ്റേഴ്സിൽ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ സാധാരണ ഈ പ്രോഗ്രാമേഴ്സിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മൾ അതിൻ്റെ പേര് സെറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ PI എന്നിവിടെ കൊടുത്തത്. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്തത്. കാരണം നമ്മൾ പ്രോഗ്രാം വായിക്കുമ്പോഴും ഇങ്ങനെ പ്രോഗ്രാം റീഡ് ചെയ്യുമ്പോഴും ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുള്ള ഒരു പേര് കണ്ടാൽ സാധാരണ പ്രോഗ്രാമേഴ്സിന് മനസ്സിലാവും അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലാവും, വേരിയബിൾ അല്ല അത് കോൺസ്റ്റൻ്റ് ആണെന്ന്. അപ്പം അങ്ങനെ കോൺസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അതിൻ്റെ പേര് നമ്മൾ എഴുതുന്നത്. അതൊരു അൺറിട്ടൺ റൂൾ ആണെന്ന് പറയാം. റൂളായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് റൂളായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ പ്രോഗ്രാമേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ നെയിം നമ്മൾ സെറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ PI എന്ന് കൊടുത്തത്. അപ്പം #define എന്ന് കൊടുക്കുന്നു, #define എന്ന് എഴുതുന്നു, എന്നിട്ട് കോൺസ്റ്റൻ്റിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ വാല്യൂ, അതിൽ സ്റ്റോർ ചെയ്യേണ്ട കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ എന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നു. സെമികോളൻ ഇടുന്നില്ല. എന്നിട്ട് ഈ ടേമിനെ, ഈ ഒരു കോൺസ്റ്റൻ്റ് നെയിമിനെയാണ് നമ്മൾ ഓരോ ഇക്വേഷൻസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. എവിടെയെങ്കിലും വാല്യൂ ചേഞ്ച് ആവണമെങ്കിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ വാല്യൂ എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ല പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കെ ഈ വാല്യൂ എഡിറ്റ് ചെയ്യാനും ഒക്കത്തില്ല. അപ്പം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് വാല്യൂ എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്ത അതിനെയാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ആ കോൺസ്റ്റൻസ്, സിംബോളിക് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചത്. അതിൻ്റെ സിൻറ്റാക്സ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ #define എന്ന് പറഞ്ഞ് മാക്സ് എന്ന് എഴുതിയിട്ട് 100 എന്ന് കൊടുത്തിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ മാക്സ് ആണ് ആ കോൺസ്റ്റൻറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തത്. ഇത് ഈ 100 എന്ന് പറയുന്നത് അതിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഒരിടത്തും നമ്മൾ സെമി കോളൻ ഉപയോഗിച്ചിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് അവസാനം സെമി കോളൻ ഉപയോഗിച്ചിട്ടില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടത് സാധാരണ #include IO stream കഴിഞ്ഞ് യൂസ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അടുത്ത ലൈനായിട്ടാണ് സാധാരണ ഈ #define എന്ന് പറഞ്ഞ് സിംബോളിക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഞാനിവിടെ ഈ ക്യാരക്ടറിനെയാണ് ഈ ക്വാളിറ്റി എന്ന് പറയുന്ന പേരുള്ള കോൺസ്റ്റൻറ്റിലോട്ട് സേവ് ചെയ്യുന്നത്. അപ്പം അത് സിംഗിൾ ക്യാരക്ടർ ആയതുകൊണ്ടാണ് സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് ഇവിടെ മെൻഷൻ ചെയ്തത്. ഇത് സ്ട്രിങ് ആണ്, അതുകൊണ്ടാണ് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തത്. അതിനെ ഒരു സ്ട്രിങ് ഡാറ്റ ആയിട്ട് ക്യാറ്റ് എന്ന് പറയുന്ന ആ ഡാറ്റയാണ് നെയിം എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ നമുക്ക് 2 കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. ഒന്ന്, എന്ത് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് പേര് ഇതാണ് എന്ന് മനസ്സിലാവും. രണ്ടാമത് അതിലെന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നും മനസ്സിലാവും. ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണെന്നും പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ഡാറ്റയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അതിനെ ബേസ് ചെയ്ത് എന്ത് ഡാറ്റ ടൈപ്പ് ആണെന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് അസ്യൂം ചെയ്തോളും. ഇവിടെ 100 എന്ന് കൊടുത്താൽ അത് ഇൻറ്റീജർ വാല്യൂ ആണെന്ന് അത് സ്വയം അങ്ങ് അസ്യൂം ചെയ്തോളും. ഇൻറ്റീജർ കോൺസ്റ്റൻ്റ് ആണ് എന്ന് സ്വയം അസ്യൂം ചെയ്തോളും. ഇവിടെ സിംഗിൾ കോൺസ്റ്റൻ്റ് അകത്ത് ആണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് അത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് അസ്യൂം ചെയ്ത് ഈ ക്വാളിറ്റിയെയും ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് അതങ്ങ് അസ്യൂം ചെയ്തോളും. അതുപോലെ തന്നെ ഇവിടെ സ്ട്രിങ് ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഡബിൾ കോട്ട്സിൻ്റെ അകത്തായതുകൊണ്ട് സ്ട്രിങ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ സ്ട്രിങ് എന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ട്രിങ് ഡാറ്റ ടൈപ്പിലുള്ള ഒരു ഡാറ്റയാണ് എന്നത് സാധാരണ രീതിയിൽ അങ്ങ് അസ്യൂം ചെയ്തോളും. അപ്പോൾ ഇങ്ങനെയാണ് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സിംബോളിക് കോൺസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ്. ഈ ഒരു സിൻറ്റാക്സ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അവസാനം സെമി കോളൻ ഇടുന്നില്ല.
സെമിക്കോളൻ ഇടാതെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ മാത്സ് എന്നും ക്വാളിറ്റി എന്നും ഒക്കെ ഉള്ള വേർഡുകൾ നമുക്ക് സ്മോൾ ലെറ്റേഴ്സിലും എഴുതാം. പക്ഷേ സാധാരണ ഈ കോൺസ്റ്റൻസ് ആണ് എങ്കിൽ അതിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അതിൻ്റെ നെയിം നമ്മൾ സെറ്റ് ചെയ്യാറുള്ളൂ. കോൺസ്റ്റൻ്റ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമ്മൾ പേര് എഴുതാറുള്ളൂ. അതൊരു സ്റ്റാൻഡേർഡ് റൂളൊന്നുമല്ല, ഒരു അൺറിട്ടൺ ആയിട്ടുള്ള റൂളാണ്. പ്രോഗ്രാമേഴ്സ് സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക എന്നുള്ളത്. ഇവിടെ നെയിം എന്ന് പറയുന്നത് ആക്ച്വലി C++ൻ്റെ ഒരു കീവേഡാണ് നെയിം എന്ന് പറയുന്നത്. പക്ഷേ അത് സ്മോൾ ലെറ്റേഴ്സിലാണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമുക്ക് നെയിം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. കാരണം അത് ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ. കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഈ നെയിം എന്ന് പറയുന്ന സ്മോൾ ലെറ്റേഴ്സിലുള്ള നെയിം ആണെങ്കിൽ അതൊരു കീവേഡാണ്, നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നെയിം എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പം ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കോൺസ്റ്റൻറ്റ്, സിംബോളിക് കോൺസ്റ്റൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്, സിംബോളിക് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഇതാണ്. മൾട്ടിപ്പിൾ പ്ലേസസിൽ അത് ഒക്കർ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അല്ലാതെ ഈ 3.14 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കും, സിംബോളിക് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് ഇന്ന പ്രോഗ്രാം എഴുതുക എന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ സാധാരണ ഇങ്ങനെ എഴുതുന്നു. അല്ലെങ്കിൽ ശരിക്കും അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അല്ലാതെ ചുമ്മാ ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ നിർബന്ധമായും ഈ സിംബോളിക് കോൺസ്റ്റൻ്റ് ഒക്കെ ഉപയോഗിച്ച് തന്നെ പ്രോഗ്രാം എഴുതണം എന്ന് റൂളൊന്നുമില്ല. ഒന്നുകിൽ എക്സാമിന് പ്രത്യേകം പറഞ്ഞിരിക്കും, അല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിംബോളിക് കോൺസ്റ്റൻസ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കുക. അല്ലാതെ ഇങ്ങനെ എഴുതാൻ 3.14 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അതും തെറ്റൊന്നുമല്ല, അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ലോജിക്ക്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഒരു വേരിയബിളിനെ എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന സംഭവം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.